Hi students, welcome back to myclass.com data mining classes third module. Third module classification detailsനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. We are moving to next method. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് Bayesian classification. Bayes theorem വെച്ചിട്ട് ചെയ്യുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ് Bayesian classification. അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. Okay, so let's start. Bayesian classification or naive Bayes classifier അങ്ങനെയും പേര് പറയാം. ഈ ക്ലാസിഫിക്കേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ബേസ്ഡ് ഓൺ ബേസ് തിയറം. ബേസ് തിയറം ഉണ്ട്, അതിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് ഈ ഒരു പേര് വരാൻ കാരണം. Bayesian classifiers are the statistical classifiers. Bayesian classifiers can predict class membership probabilities such as the probability that a given tuple belongs to a particular class. നമ്മൾ ആ ഒരു പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്കതൊരു പർട്ടിക്കുലർ ക്ലാസ്സിലേക്ക് യെസ് ഓർ നോ അല്ലെങ്കിൽ ഗുഡ് ഓർ ബാഡ് എന്നുള്ള ആ ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ ഉദ്ദേശിച്ച ടപ്പിളിനെ ബിലോങ് ചെയ്യാൻ പറ്റും, അതിലേക്ക് അതിനെ മാറ്റാൻ പറ്റും. അതുമാണ് Bayesian classification. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ബേസ് തിയറം. അതുകൊണ്ടാണ് നമ്മൾ naive Bayes classifier ഓർ Bayesian classification എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് Bayes law ഓർ Bayes theorem? Bayes theorem is known as Bayes rule or Bayes law, which is used to determine the probability of a hypothesis with prior knowledge. പുറമേയുള്ള ആദ്യമുള്ള ഒരു നോളജിന്റെ ബേസിൽ നമ്മൾ ആ ഹൈപ്പോത്തസിന്റെ പ്രോബബിലിറ്റി ഫൈൻഡ് ചെയ്യുക. അതിന്റെ ബേസിൽ നമുക്ക് നമ്മുടെ ക്ലാസ്സുകളെ ക്ലാസിഫൈ ചെയ്തിട്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ ക്ലാസ്സിലേക്ക് നമുക്കതിനെ മാറ്റാൻ പറ്റും. ഓക്കെ, സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി. നമ്മുടെ ബേസ് തിയറത്തിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ പി ഓഫ് പ്രോബബിലിറ്റി ഓഫ് എ ബൈ ബി ഈക്വൽ ടു എങ്ങനെയാണ് പ്രോബബിലിറ്റി ഓഫ് ബി ബൈ എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A divided by probability of B. Probability of A bar B എന്ന് പറഞ്ഞാൽ we are called posterior probability. Probability of hypothesis A on the observed event B. B എന്ന് പറഞ്ഞാൽ observed eventന്റെ ബേസിൽ A എന്ന് പറഞ്ഞാൽ ഹൈപ്പോത്തസിന്റെ പ്രോബബിലിറ്റി നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അത് ഫൈൻഡ് ചെയ്യണം. അപ്പൊ നമ്മൾ B എന്ന് പറഞ്ഞാൽ ഒബ്സർവ്ഡ് ഇവന്റ് ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ബേസിൽ ഇനി എയുടെ പ്രോബബിലിറ്റി നമ്മൾ ഫൈൻഡ് ചെയ്യണം. സോ അതിന് വേണ്ട സാധനങ്ങളാണ് പ്രോബബിലിറ്റി ഓഫ് ബി ബാർ എ. ഇറ്റ് ഈസ് ലൈക്ലിഹുഡ് പ്രോബബിലിറ്റി ഓഫ് ദ എവിഡൻസ് ഗിവൺ ദാറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ഹൈപ്പോത്തസിസ് ഇസ് ട്രൂ. നമ്മൾ ബി എന്ന് പറഞ്ഞാൽ ഒബ്സർവ്ഡ് ആണ്. അപ്പൊ അതിന്റെ ബേസിൽ ആ ഇവന്റ് ഗിവൺ ദാറ്റ് ഇസ് ദ പ്രോബബിലിറ്റി, ആ ഒരു ലൈക്ലിഹുഡ് പ്രോബബിലിറ്റി മീൻസ് ദാറ്റ് ആ ഹൈപ്പോത്തസിസ് ട്രൂ ആവാൻ സാധ്യതയുണ്ട് ഇൻ ദ ബേസ് ഓഫ് ദാറ്റ് ഒബ്സർവ്ഡ് ഇവന്റ് ബി. അതിന്റെ പ്രോബബിലിറ്റിയാണ് ലൈക്ലിഹുഡ് പ്രോബബിലിറ്റി. P of A is prior probability of hypothesis before observing the evidence. നമ്മൾ എവിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പ്രയർ ആയിട്ട് ഡിസൈഡ് ചെയ്ത് വെച്ച ഹൈപ്പോത്തസിന്റെ പ്രോബബിലിറ്റിയാണ് P of A. P of B is marginal probability of the evidence. നമുക്ക് തന്നിട്ടുണ്ടാവുമല്ലോ ഒരു ഡാറ്റാ സെറ്റ് ഒരു ഓൾറെഡി ഹാപ്പൻ ചെയ്ത കുറച്ച് ഡീറ്റെയിൽസ്, അതിന്റെ പ്രോബബിലിറ്റിയാണ് മാർജിനൽ പ്രോബബിലിറ്റി. Posterior probability equal to likelihood probability into prior probability divided by marginal probability. അതാണ് Bayes തിയറത്തിന്റെ ഇക്വേഷൻ. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വർക്കിംഗ് ഓഫ് naive Bayes classifier എങ്ങനെയാന്ന് ചോദിച്ചാൽ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. സപ്പോസ് വി ഹാവ് എ ഡാറ്റാ സെറ്റ് ഓഫ് വെദർ കണ്ടീഷൻസ് ആൻഡ് കറസ്പോണ്ടിങ് ടാർഗറ്റ് വേരിയബിൾ പ്ലേ. നമ്മൾ ഓൾറെഡി നോക്കിയ എക്സാമ്പിൾ തന്നെയാണ്. സോ യൂസിംഗ് ദിസ് ഡാറ്റാ സെറ്റ് വി നീഡ് ടു ഡിസൈഡ് the whether we should play or not on a particular day according to the weather condition. പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് വെതർ കണ്ടീഷൻ വെച്ചിട്ട് ആ ഡാറ്റാ സെറ്റിനെ നമ്മൾ ക്ലാസിഫിക്കേഷൻ പ്രോസസ് ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്യാണ് ഇത് കമ്മിങ് ഡേ നമ്മുടെ വെതർ നമുക്ക് പ്ലേ ചെയ്യാൻ സ്യൂട്ടബിൾ ആണോ അല്ലേന്ന്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് കൺവേർട്ട് ദ ഗിവൻ ഡാറ്റ സെറ്റ് ഇൻ ടു എ ഫ്രീക്വൻസി ടേബിൾ. നമ്മൾ ചെയ്യേണ്ടത് ഡാറ്റാ സെറ്റിനെ ഫ്രീക്വൻസി ടേബിൾ ആയിട്ട്, അഥവാ എത്ര ഡേയ്സിൽ കളി നടന്നു ഇല്ല എന്നുള്ള ബേസിൽ നമ്മൾ ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കുന്നു. ജനറേറ്റ് ലൈക്ലിഹുഡ് ടേബിൾ ബൈ ഫൈൻഡിങ് ദ പ്രോബബിലിറ്റി ഓഫ് ദ ഗിവൺ ഫീച്ചേഴ്സ്. ദെൻ വി ആർ മേക്കിംഗ് എ ലൈക്ലിഹുഡ് table, that is we want to find the probability. Okay, now use the Bayes theorem to calculate the posterior probability. അതിന്റെ ബേസിൽ ലൈക്ലിഹുഡും പ്രയർ പ്രോബബിലിറ്റിയും മാർജിനൽ പ്രോബബിലിറ്റിയും ബേസ് ചെയ്തിട്ട് നമ്മൾ പോസ്റ്റീരിയർ പ്രോബബിലിറ്റി ഫൈൻഡ് ചെയ്യുന്നു.
അതിന്റെ ബേസിൽ നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ്സ് ഗോ വിത്ത് എൻ എക്സാമ്പിൾ. സെയിം എക്സാമ്പിൾ നമ്മൾ ഒരു ഔട്ട്ലുക്കിന്റെ ബേസിൽ റെയിനി സണ്ണി ഓവർകാസ്റ്റ് ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് 0 to 13 ദാറ്റ് ഈസ് 14 ട്രാൻസാക്ഷൻ ഓർ 14 ഡേയ്സ് വി ആർ എക്സാമിൻ. വി ആർ ചെക്കിംഗ് ദ 14 ഡേയ്സ് ട്രാൻസാക്ഷൻ. ആ ദിവസത്തിലൊക്കെ നമ്മൾ ഏതൊക്കെ ദിവസം പ്ലേ ചെയ്യാൻ പറ്റി, ഏതൊക്കെ ദിവസം പ്ലേ ചെയ്യാൻ പറ്റിയില്ല, അതിന്റെ ക്ലാസ്സസും ഇവിടെയുണ്ട്. ദാറ്റ് ഈസ് യെസ് ഓർ നോ. നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് വി ആർ മേക്കിംഗ് ദ ഫ്രീക്വൻസി ടേബിൾ. ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഔട്ട്ലുക്കിലെ വാല്യൂ ബേസിൽ യെസ് ഓർ നോ എങ്ങനെ വന്നിരിക്കുന്നു എന്ന് നമ്മൾ മേക്ക് ചെയ്യുന്നു. അപ്പോൾ ഔട്ട്ലുക്കിൽ ഓവർകാസ്റ്റ്, റെയിനി, സണ്ണി മാത്രമേ വന്നിട്ടുള്ളൂ. സോ ഓവർകാസ്റ്റ് വരുമ്പോൾ 5 യെസ് ആൻഡ് നോ നോസ്. എല്ലാ ദിവസവും നമുക്ക് ഓവർകാസ്റ്റ് കണ്ടീഷൻ, വെതർ കണ്ടീഷൻ ഇസ് വെരി ഗുഡ് ഫോർ പ്ലേയിങ്, നോ പ്രോബ്ലം. റെയിനി ആവുമ്പം 2 ദിവസം കളിച്ചിട്ടുണ്ട്, 2 ദിവസം നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഗെയിം കളിക്കാൻ പറ്റിയിട്ടില്ല. സണ്ണി ആവുമ്പോൾ 3 ദിവസം കളിച്ചിട്ടുണ്ട്, 2 ദിവസം കളിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ടോട്ടൽ ചെയ്യുമ്പം യെസിന്റെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് 14 10 is the പോസിറ്റീവ് റിസൾട്ട് ആൻഡ് നോ 4 is the നെഗറ്റീവ് റിസൾട്ട്. ഓക്കെ, ഇതിന്റെ ബേസിൽ നമ്മളിനി നമ്മുടെ ലൈക്ലിഹുഡ് പ്രോബബിലിറ്റി എല്ലാ പ്രോബബിലിറ്റിയും നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഡാറ്റ സെറ്റ്. അതിന്റെ ബേസിൽ നമ്മൾ ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കി. അതിന്റെ ബേസിൽ നമ്മൾ ഇനി എന്ത് ചെയ്യാണ്, നമ്മൾ അതിന്റെ ഒരു ടോട്ടൽ പ്രോബബിലിറ്റി ഫൈൻഡ് ചെയ്യാണ്. അപ്പോൾ ഓവർകാസ്റ്റിന്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ 5 റോസ് ആർ ബിലോങ്സ് ടു ഓവർകാസ്റ്റ് അല്ലെ. അപ്പൊ 40ൽ 5 ദാറ്റ് ഈസ് 5/14 0.35. റെയിനി നോക്കുകയാണെങ്കിൽ 4/14 0.29. സണ്ണി നോക്കുകയാണെങ്കിൽ 5/14 ദാറ്റ് ഈസ് again 0.35. ഇനി നോഡ് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് 14 4 ഡേയ്സ് കളിക്കാൻ പറ്റിയിട്ടില്ല. ദാറ്റ് ഈസ് 0.29 4/14. യെസ് ആവുമ്പോൾ 10/14 0.71. ഓക്കെ, അപ്പൊ ഈ പ്രോബബിലിറ്റീസ് എല്ലാം നമ്മൾ ഫൈൻഡ് ചെയ്തു. അതിന്റെ ബേസിൽ നമ്മൾ ഇനി പോസ്റ്റീരിയർ പ്രോബബിലിറ്റി ഫൈൻഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾക്ക് ചെയ്യേണ്ടത്, നമ്മൾക്ക് എന്താണ്, പ്രോബബിലിറ്റി ഓഫ് A bar B ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് B bar A, that is likelihood probability into prior probability divided by marginal probability. Okay, അപ്പൊ ഇവിടെ എയുടെ സ്ഥാനത്ത് നമ്മൾ യെസ് കൊടുത്തു, ബിയുടെ സ്ഥാനത്ത് സണ്ണി. അപ്പം പ്രോബബിലിറ്റി ഓഫ് എസ് ബാർ സണ്ണി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് സണ്ണി ബാർ യെസ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ. പ്രോബബിലിറ്റി ഓഫ് എ മീൻസ് യെസ് പ്രോബബിലിറ്റി ഓഫ് എസ് ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് സണ്ണി. അപ്പൊ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് സണ്ണി ബാർ യെസ് അഥവാ സണ്ണിയില് നമ്മള് യെസ് കണ്ടീഷൻ വരുന്നത് എവിടെയാണ്, 3 ആണ് അല്ലെ. അപ്പോൾ അത് നമ്മളിവിടെ ഫൈൻഡ് ചെയ്തു. ടോട്ടൽ യെസ് എത്രയാണ്, 10 ആണ്. അത് ടോട്ടൽ യെസ് കണ്ടീഷൻ 10 ഡേയ്സിലാണ് കളി നടന്നത് ഔട്ട് ഓഫ് 14. അതിൽ 3 ഡേയ്സ് സണ്ണി ഡേ ആണ്. അപ്പോൾ 3/10 is the probability. അപ്പൊ നമ്മളിവിടെ 3/10 ദാറ്റ് ഇസ് 0.3. ഇനി സണ്ണി എന്ന് പറയുമ്പോൾ നമ്മൾ 5 ഡേയ്സ് ആയിരുന്നു ഔട്ട് ഓഫ് 14 നമ്മുടെ സണ്ണി ഡേ. സോ ദാറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് സണ്ണി 0.35. ടോട്ടൽ യെസ് ഉണ്ടത് 10/14 ആയിരുന്നു. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതാണ് 0.71. അപ്പൊ അത് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ 0.3 ഇൻറ്റു 0.71 ഡിവൈഡഡ് ബൈ 0.35 ദാറ്റ് ഇസ് 0.60. നമ്മൾ ആ ഒരു പ്രോബബിലിറ്റി ഫൈൻഡ് ചെയ്തു. ഇനി നമ്മൾ യെസ് ഓർ നോ അതല്ലേ നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്. ഇനി നമ്മൾ നോ വെച്ചിട്ട് വീണ്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. നോ ബാർ സണ്ണി ദാറ്റ് ഈസ് ഇവിടെ എ ഈക്വൽ ടു നോ ആൻഡ് ബി ഈക്വൽ ടു സണ്ണി. അപ്പൊ അതിന്റെ ബേസിൽ സെയിം ഇക്വേഷൻസ് വി ആർ അപ്ലൈയിങ് ഹിയർ. അപ്പൊ നമ്മൾ സണ്ണി ബാർ നോ എന്ന് പറയുമ്പോൾ 4 ആയിരുന്നു നമ്മുടെ നോ കണ്ടീഷൻ. 4 ഡേയ്സിലാണ് നമ്മൾക്ക് പ്ലേ ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പൊ അതിൽ സണ്ണി ഡേയ്സ് വരുന്നത് 2 ഡേയ്സ് ആണ്. അപ്പൊ 2/4 is the probability of B by A. ഓക്കെ, ദെൻ പ്രോബബിലിറ്റി ഓഫ് നോ നമ്മൾ നോക്കി എത്രയായിരുന്നു, നമ്മൾ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് നോ കണ്ടുപിടിച്ചിട്ടുണ്ട് 4/14 അല്ലെ. ഔട്ട് ഓഫ് 14 4 ഡേയ്സ് വി കുഡ് നോട്ട് മേക്ക് പ്ലേ. അപ്പൊ നമ്മൾ 0.29 സണ്ണി 0.35. അതിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ 0.5 ഇൻറ്റു 0.29 ഡിവൈഡഡ് ബൈ 0.35 0.41. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ തന്നെ മനസ്സിലാക്കാം യെസ് സണ്ണി നോ സണ്ണി എന്നുള്ള ബേസിൽ. അപ്പൊ ആ പ്രോബബിലിറ്റി നോക്കുമ്പോൾ സണ്ണി എന്ന് പറഞ്ഞിരിക്കുന്ന വെതർ കാരണം കളിക്കാനുള്ള ചാൻസസ് മൂവ് അല്ലെ. അപ്പൊ നമുക്ക് ആ ഒരു കാൽക്കുലേഷന്റെ ബേസിൽ നമുക്ക് എന്ത് പറയാം, പ്രോബബിലിറ്റി ഓഫ് യെസ് ബാർ സണ്ണി ഗ്രേറ്റർ ദാൻ പ്രോബബിലിറ്റി ഓഫ് നോ ബാർ സണ്ണി. സോ ഹെൻസ് ഓൺ എ സണ്ണി ഡേ പ്ലെയർ ക്യാൻ പ്ലേ ദ ഗെയിം.
അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്താം. അപ്പൊ നമ്മൾക്കൊരു സണ്ണി ഡേ അഗെയിൻ നമുക്കൊരു ട്രാൻസാക്ഷൻ വരികയാണ്. അപ്പൊ നെക്സ്റ്റ് ഡേ സണ്ണി ഡേ ആണ്. അപ്പൊ നമുക്ക് എല്ലാ ഡാറ്റാ സെറ്റും തന്നിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് നമ്മുടെ ഡേയിൽ ഇവിടെ ഔട്ട്ലുക്ക് സണ്ണി ആണ്. അപ്പൊ കളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്ക് യെസ് എന്ന ക്ലാസ്സിലേക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ബേസിയൻ ക്ലാസിഫിക്കേഷൻ. ഇതുപോലെ നിങ്ങൾ ഈ ഒരു ടേബിളിലുള്ള ഓവർകാസ്റ്റിന്റെ ബേസിലും റെയിനിയുടെ ബേസിലും നിങ്ങൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ പ്രോസസ്സ് അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് കണ്ടുപിടിക്കും. ഓക്കെ, എന്നാലേ ഇത് ക്ലിയർ ആയെന്ന് നമുക്ക് തോന്നുള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.